എടീ നോക്കണ ഇടിച്ചില്ല നിനക്ക്. സകരിമയെ കാണാതാകുന്നതിന്റെ തലേ ദിവസം അവളുമായിട്ട് എന്തായിരുന്നു നിനക്കൊരു വാക്ക് തീർക്കാം? കാരണം എന്താണെന്ന് ചോദിച്ചു. അത് പിന്നെ ഈ ഇവരെ ഡയറക്ടേഴ്സ് ഒക്കെ സകരിമയ്ക്ക് മാത്രമേ സ്റ്റോറി പറഞ്ഞു കൊടുക്കൂ. സ്റ്റോറി പറഞ്ഞു തരില്ല. നിനക്ക് സ്റ്റോറി പറഞ്ഞു തരാത്തത് അറിയില്ല. അപ്പൊ അവളോട് നീ എന്തിനാ തർക്കിക്കുന്നു? അതെന്താന്ന് ചോദിച്ചപ്പം അങ്ങനെ വഴക്കുണ്ടായി. വഴക്കല്ല, ഒരു അപ്പൊ അവള് ആരുമായിട്ടായിരുന്നു കൂടുതൽ അടുപ്പം? ഡയറക്ടർ. സകരിമ ഡയലോഗ് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കൂല, അവളുടെ സംശയമൊന്നും ദൂരീകരിക്കില്ല. നിനക്കെന്തിന്റെ അസുഖമാണ്? അവൾക്ക് കുറച്ച് അഹങ്കാരമായിരുന്നു സാർ. അവൾക്ക് അഹങ്കാരം ഉണ്ടെന്ന് നീ പറഞ്ഞാൽ മതിയോ? നിനക്ക് അഹങ്കാരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് അങ്ങനെ പരസ്പരം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊന്നും അറിയത്തില്ല അതിനെ പറ്റിയൊന്നും. നീ എന്തിനാ ഈ പാടത്ത് തളിക്കുന്ന വിഷം വാങ്ങിച്ചത്? മരുന്ന്, കീടനാശിനി വാങ്ങിച്ചെന്താ? ഞാൻ വാങ്ങിച്ചില്ല. നിന്റെ പേരിലാണ് ബില്ല് വന്നിരിക്കുന്നത്. അത് ആർക്ക് വേണ്ടി വാങ്ങിച്ചത്? അത് വേറെ ആരെങ്കിലും വാങ്ങിയതായിരിക്കും എന്റെ പേരില്. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ രാവിലെ വരുന്നു, വൈകിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. നിന്റെ അടുത്ത് ആരാണ്ടാ കീടനാശിനി വാങ്ങിക്കാൻ പറഞ്ഞത്? ഡിസ്കോ ഡാൻസർ. ഡിക്രു സാർ കീടനാശിനി വാങ്ങിക്കാൻ പറഞ്ഞു. എന്തിന്? നീ പറഞ്ഞ അവിടെ വാങ്ങിച്ചോണ്ട് കൊടുക്കൂ? സാറേ, വീട്ടില് കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് വാങ്ങിച്ചു കൊടുത്താണ്. കൃഷി ഉണ്ടെന്ന് നിനക്കറിയാമോ? അല്ല, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു സാറ്. എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഈ വാട്സാപ്പിലൂടെയുള്ള സൗഹൃദം തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അങ്ങനെ സൗഹൃദത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണം, അവരുടെ വേറബോട്ട്സ് അറിയണം, അവരുടെ സ്വഭാവം അറിയണം, അവരുടെ പാരമ്പര്യം അറിയണം. ഇതൊന്നും അറിഞ്ഞുകൂടാതെയാണ് ഉടൻ തന്നെ വിളിച്ച് കൺട്രോളറിൻ്റെ അടുത്ത് ഈ പെണ്ണ് കൊള്ളാം, എവളെ വിളിക്ക്, എവളെ നമുക്ക് അഭിനയിപ്പിക്കാം, അവൾ ഏത് തരക്കാരിയാണ്, എന്താണ് അവളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും അന്വേഷിക്കാതെയാണ്. അവളുടെ മിസ്സിങ്ങിന് പിന്നിൽ നിങ്ങൾ ആരുമല്ലാന്ന് എനിക്ക് നന്നായിട്ട് തുടക്കത്തിലേ അറിയാം. പക്ഷേ ഇത്രയും ഹാർഷായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഉത്തരവാദിത്തത്തോടെ പെരുമാറണം. ഭാവിയിലെങ്കിലും ആക്സിഡന്റ് നടന്നതിൻ്റെ അന്ന് രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം അവൾ പർദ്ദയിട്ട് അവളുടെ കാമുകനോടൊപ്പം ഈ റിസോർട്ടിൽ തന്നെ വന്ന് താമസിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അതാണ് പറഞ്ഞത്. ഇവിടെ തന്നെയുണ്ട്. ഒരു മയക്കുമരുന്ന് മാഫിയായിട്ട് ബന്ധമുള്ളവളാണ് അവൾ. അവളുടെ കാമുകനും ഈ റാക്കറ്റിന്റെ ഭാഗമാണ്. ഇതെല്ലാം ട്രേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഭാവിയിലെങ്കിലും ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ അഭിനയിപ്പിക്കുമ്പോൾ അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ തിരക്കിയിരിക്കണം, അല്ലെങ്കിൽ വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടും. ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എൻ്റെ കൂട്ടുകാരൻ്റെ അനിയൻ, സോദരൻ്റെ അനിയൻ കാതരൻ ഇവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ എവനും പ്രശ്നത്തിലായേനെ. അതുകൊണ്ട് പെണ്ണിനെ ഞാൻ കാണിച്ചു തരാം. വാ എൻ്റെ കൂടെ. ഒരിക്കൽ എന്റെ ഇടി വാങ്ങിച്ചെടുത്ത പോരല്ലേ? വീട്